ഹലോ ഗായ്സ്, ഇപ്പോൾ ഒരുപാടായിട്ടോ വീഡിയോസൊക്കെ ചെയ്തിട്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീട്ടിലാണുള്ളത്. പിന്നെ സിസ്റ്റേഴ്സും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളിലൊക്കെ പെട്ടിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ടാണെങ്കിലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഈ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ കരുതി ഞങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്, അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഡ്രസ്സ് ചെയ്താലോ എന്ന് കരുതി. ഞാൻ ഇതിന് മുന്നേ കുറേ റീലിലും അതേപോലെ ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാട്ടോ. അപ്പോഴേ എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമായിരുന്നു ഇതേപോലത്തെ ഒന്ന് ഞങ്ങളുടെ കുട്ടിക്ക് അടിക്കണം. അങ്ങനെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാമനാട്ടുകര നമ്മുടെ ബാലകൃഷ്ണ ഡോക്ടറെ അടുത്ത് എൻ്റെ സിസ്റ്ററിനെയും കൊണ്ടുപോയ സമയത്ത് നമ്മുടെ രാമനാട്ടുകര പരാഗിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഈ കൊണ്ടോട്ടി രാമനാട്ടുകര ഈ ഭാഗത്തുള്ളവർക്കൊക്കെ പരാഗ് അത്യാവശ്യം നന്നായിട്ട് അറിയുന്നൊരു ഷോപ്പാണ്. കാരണം ഈ പരാഗ് വന്ന സമയത്ത് റണ്ണിങ് മെറ്റീരിയൽ മാത്രം ഉണ്ടായിരുന്നു, അതായത് ഏറ്റവും വിലക്കുറവിൽ റണ്ണിങ് മെറ്റീരിയൽ കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു പരാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തെ ഞാൻ കൂടുതലും ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ പരാഗിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ രാമനാട്ടുകര ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഷോപ്പ് അത്യാവശ്യം കുറച്ച് ചെറിയ ഷോപ്പാണ്. കൊണ്ടോട്ടി ഷോപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ ഷോപ്പാണ്, എങ്കിലും കുഴപ്പമില്ല, കളക്ഷൻസൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് നമ്മുടെ ആ ഒരു നെറ്റ് 40 മീറ്ററിന് 40 രൂപ വരുന്ന ഒരു ചെറിയ നെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നെറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ 2 വയസ്സാണെങ്കിലും കാഴ്ചയിൽ അങ്ങനെ 2 വയസ്സ് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് 1 മീറ്റർ ക്ലോത്ത് തന്നെ ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 5 ടൈപ്പ് ഓഫ് കളേഴ്സിൽ ഒരു അര മീറ്റർ വെച്ചിട്ട് ഞാൻ ക്ലോത്ത് എടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം ഒരു 145 രൂപ അത്രയ്ക്കേ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഒരു ഡ്രസ്സ് ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ചെയ്യാം എന്നുള്ള, ബിക്കോസ് എൻ്റെ മൈൻഡിൽ എനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ട് ഇന്ന് ഇറങ്ങി തിരിച്ചാട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് 2 ദിവസമായി, പക്ഷേ എനിക്കത് അപ്ലോഡ് ചെയ്യാനോ അതുപോലെ എഡിറ്റ് ചെയ്യാനോ അതിൽ ഒരു നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ അങ്ങനെ പോയി. പിന്നെ ആ ഒരു അന്നത്തെ ആ ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ സ്റ്റിച്ചിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് മാത്രമല്ല, ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് അതായത് നെറ്റ് നമ്മുടെ സാധാ മെഷീനാണ്, ഹൈ സ്പീഡും മെഷീനൊന്നുമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് പിടിച്ചെടുത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു എനിക്കത് കറക്റ്റ് ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. എനിവേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ ഇത് സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട്, അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ കണ്ടെത്തുന്ന, അതായത് കുറ്റങ്ങൾ പറഞ്ഞു തരുന്ന ആരാണോ ആ ഒരു ആളടുത്തായിരിക്കണം നമ്മളിത് ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ്. അപ്പോൾ മൂപ്പരാളുടെ അടുത്തായിരുന്നു ഇത് കാണിച്ചു കൊടുത്തത്. കാരണം എന്ത് കാര്യം കാണിച്ചാലും അതിൽ കുറ്റം കണ്ടെത്തുന്ന ആളായിരുന്നു മൂപ്പരാൾ കേട്ടോ. പക്ഷേ ആൾ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളടുത്ത് ആ ഒരു അഭിപ്രായം കിട്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല സമാധാനം തോന്നിട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങളും കണ്ടിട്ട് അഭിപ്രായം പറയണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയണം. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഞങ്ങളുടെ കുട്ടിയുടെ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കൃത്യമായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.